ഇന്ന് സ്പെഷ്യലായിട്ടൊരു സാധനം ഉണ്ടാക്കി തരാൻ പോവാ. വാഴയിലക്കകത്ത് അടയുണ്ടാക്കി കഴിച്ചിട്ടില്ലേ? കുമ്പിളിലക്കകത്ത് കഴിച്ചിട്ടില്ലേ? ഇന്നൊരു പ്രത്യേക ഇലക്കകത്ത് ഞാൻ അടയുണ്ടാക്കാൻ പോവാ. എന്തായിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. മുറ്റത്ത് ഇഷ്ടം പോലുണ്ട് നമ്മുടെ വാഴയില. ഞാൻ പറയാടാ, മുറ്റത്തുനിന്ന് എടുത്താണെങ്കിൽ മിക്കവാറും പ്ലാവലയായിരിക്കും. അച്ചമ്മച്ചി കണ്ടായിരുന്നല്ലോ ഞാനിപ്പോ എടുത്തിട്ടുണ്ടായിരുന്നു. പ്ലാവിന്റെ ഇലയായിരിക്കും. പ്ലാവിന്റെ ഇലയോ? ഞാൻ ഇന്നാൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി, നീ ഓർക്കുന്നുണ്ടോ? കുമ്പിള് പോലെ. അതിന്റെ ഷേപ്പ് കാണാൻ നല്ല രസമാണ് അട ഉണ്ടാക്കി കഴിയുമ്പോ. ബോധമുള്ളപ്പോഴൊന്നും അല്ലല്ലോ ഉണ്ടാക്കി തരുന്നേ. നിനക്ക് ബോധമില്ലായിരുന്നോ? ഞാനൊന്നും ഓർക്കുന്നില്ല നേരത്തെ. ഒത്തിരി നേരത്തെ അല്ല, കഴിഞ്ഞ വർഷമായിരിക്കും. എന്തിനാണെന്ന് എന്നോട് ഇതുവരെ പറഞ്ഞില്ല കൊച്ചെ. അതുകൊണ്ട് ഈ തേങ്ങാമുറി എന്റെ ഈ തന്നു ഇതും പിടിച്ച് ഞാൻ ഇങ്ങനെ തേങ്ങ ചിരണ്ടിയാ മതി. ശർക്കര ചെയ്യുമ്പോഴത്തേനും ഞാൻ തേങ്ങായും ചണ്ടിക്കണം. ഈ ശർക്കര ചെയ്യണമെങ്കിൽ ഇന്നൊരു ദിവസം വേണ്ടി വരും. അപ്പോ തന്നെ ശർക്കരയാ. അതാ ഞാൻ ഇടികല്ലിനകത്തോട്ടിട്ട് ഇടിച്ചു പൊടിക്കും. ഇടിച്ചാ പൊട്ടുമെന്ന് ഇടിച്ചാ പൊട്ടും. നോക്കാന്ന്. അല്ലെന്നോ ആ കല്ലെടുത്ത് ഈ നേരത്ത് ഇവിടെ കട്ടിയുള്ളിടത്ത് വെച്ചിട്ട് വേണം ഇടിക്കാൻ. അല്ലെങ്കിൽ അതിന്റെ മണ്ട വെച്ചിട്ട് ചെറുതെല്ലാം കൂടി ഇടിച്ചു പൊട്ടിക്കാം. അല്ല ചിരണ്ടിയാലൊന്നും അത് കിട്ടത്തില്ല. ഇനി ശർക്കര ചിരണ്ടി തേങ്ങായും ചിരണ്ടിയിട്ട് ബാക്കി പറയാവേ. ഇത് ഇന്നെന്നാ ഇത് പ്ലാവലക്കഞ്ഞിയാണോ വൈകുന്നേരം? അല്ല എന്നാ സംഭവം? ശരിയല്ലേ, നമുക്ക് അങ്ങനെ കുടിച്ചാൽ മതിയായിരുന്നല്ലേ പ്ലാവലക്കഞ്ഞിയോ? പ്ലാവല. കുഞ്ഞിക്കറിയാവോ ഇനി പ്ലാവല കൊണ്ട് കഞ്ഞി കുടിക്കുന്നേ? ഇല്ല. പണ്ടൊക്കെ സ്പൂൺ അല്ലായിരുന്നു, സ്പൂണിന് പകരം പ്ലാവലയായിരുന്നു. ഇങ്ങനെ ഇങ്ങനെയല്ലേ, അതങ്ങനെ അങ്ങോട്ട് കുമ്പിള് ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ ഒരു ഈർക്കിൽ കുത്തും. എന്നിട്ട് ഇങ്ങനെ പ്ലേറ്റിനകത്തുനിന്ന് കുഴിയുള്ള പഴയ സ്പൂൺ ഇതാ. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോഴത്തെ സ്പൂൺ ആയത്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഇതായിരുന്നു സ്പൂണ്. എന്നിട്ട് പഴുത്ത പ്ലാവലയല്ലേ? പഴുത്ത പ്ലാലയാ എടുക്കുന്നത്, പച്ചയല്ല. പ്ലാവിന്റെ ചോട്ടിൽ നിന്ന് പഴുത്ത പ്ലാല പെറുക്കിക്കൊണ്ടുവന്ന് കഴുകി കുത്തിയെടുക്കും. എന്നിട്ട് അങ്ങോട്ട് കോരി അങ്ങ് കുടിക്കും. ഞാൻ ഓർക്കുന്നുണ്ട്. ഇന്ന് ഇതിനകത്ത് നമ്മള് അട ഉണ്ടാക്കാൻ പോവാ. അടയോ? ഉണ്ടാക്കി കാണിക്കാം. പ്ലാവലക്കകത്ത് അടയോ? ഇതെന്നാ പരിപാടിയാ? അരിപ്പൊടിയാ എടുത്ത് വെച്ചേക്കുന്നേ. അരിപ്പൊടിക്കകത്തോട്ട് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് ഇനി നമുക്ക് തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുക്കാം. പുതിയ പുതിയ പരീക്ഷണങ്ങളാണല്ലോ. ഇത് പരീക്ഷണമൊന്നും അല്ല, ഞങ്ങള് നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള. ആണോ? ഇപ്പൊ ഒരുപാട് ഒത്തിരി നാളായിരുന്നേ ഉള്ളൂ ഉണ്ടാക്കിയിട്ട്. നല്ല തിളച്ച വെള്ളത്തിൽ നമുക്കിത് കുഴച്ചെടുക്കാം, ഇടിയപ്പത്തിനൊക്കെ കുഴക്കുന്ന പോലെ. എന്നാ പെട്ടെന്ന് കുഴക്കും. ചടപടയെന്ന്. ഇത് കഴിച്ചിട്ട് വേണം കിടക്കിടന്ന് ഉറങ്ങാൻ. ഒരു കാര്യം ചെയ്യും, ഒരാൾ ഈ സാധനം എല്ലാം അങ്ങോട്ട് ഇരുന്ന് കുമ്പിള് കുത്തുന്നേ. കുമ്പിള് കുത്തിയല്ല വെക്കുന്നേ അല്ലേ? ഇതിങ്ങനെ എടുത്തിട്ട് ഈ സാധനം ഇങ്ങനെ വളച്ച് തിരിച്ച് ഇല പൊട്ടിച്ച് കളഞ്ഞേക്കല്. വളച്ച് തിരിച്ചൊന്നും അല്ല, ഞാൻ പ്ലാവേ കയറി പറിച്ചോണ്ട് വന്ന ഇലയാ. ദൈവമേ, മരം കയറിന്ന് പേരും വീഴും. അങ്ങനെയാണോ? ഏണിയൊന്നും വേണ്ടതാ. വേണ്ടേ? അണ്ണാകുഞ്ഞിനെ കണ്ടുപിടിച്ചത് അണ്ണാനെ കയറ്റി വിട്ട് വർപ്പിച്ചു. ഇത് പ്രാക്ടീസ് ചെയ്താൽ മതി കേട്ടോ. പറഞ്ഞു മാത്രമേ അവൻ പോയി പറിച്ചോണ്ട്. ആണ് നമ്മള് പറയുന്നതൊന്നും പക്ഷെ മനസ്സിലാവുന്നു. വണ്ടിയുടെ ഒച്ച കേൾക്കുമ്പോഴത്തേനും കിടന്ന് ചാടും. ആണോ? നമ്മള് വരുന്ന വിവരം അതൊക്കെ അറിയാൻ തോന്നുന്നു. അത് നല്ലോണം അറിയാം ഓരോരുത്തരുടെ അടുത്തിരിക്കുന്ന കാര്യം. എന്നാന്ന് വെച്ചാൽ ചുരുണ്ട് ഞാൻ ഈ നൈറ്റി ഇട്ടിരിക്കുന്ന കാരണം കൂട്ടി ഇങ്ങോട്ട് കയറി വന്നിട്ട് മടിക്കകത്തോട്ട് കയറി ഇങ്ങനെ 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 എത്തിട്ടും തണുപ്പാ. ഇവന്മാരുടെ അടുത്ത് ചോദിച്ചുവാണെ പോക്കറ്റ് നോക്കും. പോപ്പിയുടെ കൈക്കകത്തോട്ട് ഇങ്ങനെ കിഴത്താ കയറിയിരിക്കുന്നത്. എന്നിട്ട് അവിടെ പോയി തല ഇങ്ങനെ എടുത്ത് വെളിയിലിടും. പിന്നെ കൂനി കൂനി അതിനകത്ത് ഇന്ന് പോപ്പിയുടെ കൈക്കകത്തിരുന്നാ ഉറങ്ങിയത്. തണുപ്പല്ലായിരുന്നോ? പൊത്തിപ്പിടിക്കുന്ന ഇഷ്ടമാണ് കൈ കൊണ്ട്. അറിയത്തില്ല, കൈക്കകത്ത് ഇരിപ്പുണ്ടെന്നേ അറിയത്തില്ല. കുഞ്ഞല്ലേ. നമ്മുടെ അരിപ്പൊടിയൊക്കെ നന്നായിട്ട് കുറെ നേരം കുഴച്ച് റെഡിയാക്കി വെച്ചു. നമുക്ക് ആവശ്യത്തിനുള്ള ശർക്കരയും തേങ്ങായും. ശർക്കരയും തേങ്ങയും നല്ല ടേസ്റ്റാണ്. ചുമ്മാ തന്നെ നല്ലതല്ലേ ശർക്കരയും തേങ്ങയും കൂടെ. തേങ്ങാക്കൊത്തും ശർക്കരയും കൂടെ ചിരണ്ടിയതാ നല്ലതാ. മതിയായിരിക്കും അല്ലേ? ചൂടാണോ? നല്ല മധുരം വേണം. എനിക്ക് മാത്രം മധുരം മതി കേട്ടോ. ഞാൻ തേങ്ങയും കൂടെ ഇടാം.
പ്ലാവലക്കഞ്ഞി. എനിക്കുണ്ടായിരുന്നു. കർക്കിടകമാകട്ടല്ലേ, കർക്കിടകമാകുമ്പോഴത്തേക്കിനും കഞ്ഞിയും പ്ലാവലയും. ഇനി നമുക്ക് ജീരകം കുറച്ച് ജീരകവും എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്യുമോ? ഏലക്കാപ്പൊടി. ഏലക്കപ്പൊടി. ഏലക്കായ്ക്കൊക്കെ എന്നാ വിലയാണെന്നറിയാവോ? ഉണ്ടല്ലേ ഞങ്ങള് പൊടിച്ചു വെച്ചിരിക്കുന്നു. ശകലിച്ച പൊടിയായിട്ട് എടുക്കാം അല്ലേ? കുറച്ചെടുത്താൽ മതി. ഏലക്കായുടെ ചുവ ഉമ്മാർക്ക് അത്ര വലിയ ഇഷ്ടമല്ല. ഇച്ചിരി ഏലക്കായി ഇച്ചിരി ജീരകമൊക്കെ ചേർക്കുന്നത് എന്നാലേ അതിന്റെ ഒരു ടേസ്റ്റ് ആവും, വരുള്ളൂ. ഒരു മണം കറക്റ്റ് ആണെങ്കിൽ. ഈ പായസത്തിനൊക്കെ ചേർത്തേച്ച് നമ്മളിങ്ങനെ ഉണക്ക് നോക്കില്ലേ, അത് നിങ്ങൾക്ക് പോരി അതിന്റെ ആ ഒരു മണം വന്നാലേ പായസത്തിന് അതിന്റെ ടേസ്റ്റ്. അത് ശരിയാ. ഇനി കുമ്പള് കുത്തിക്കോ. എന്നാ പിന്നെ അങ്ങ് കുത്തിക്കോ. ഇങ്ങനെ നമ്മളെ ഈർക്കിലി എല്ലാം കൂടെ എടുത്ത് വെച്ചിട്ടാണെങ്കിൽ വെള്ളം വെച്ചോ? ഇങ്ങനെ ഉണക്കല്ലേ ഇപ്പൊ? വെള്ളം എടുത്ത് അങ്ങനെ മടക്കണ്ട, അങ്ങനെ ഇരുന്നാ ഇങ്ങനെ വെക്കാനോ? അതിന്റെ തണ്ടം അങ്ങനെയല്ല. മാഡത്തിന് അറിയാമെങ്കിൽ മാഡം ഒന്ന് കാണിക്കും. ഞാൻ ഇങ്ങനെ വെച്ചാൽ മതി, ഇങ്ങനെ ഇരുന്നാ മതി. ഇവിടെ അടയ്ക്കണമെന്നില്ല, ഇതിങ്ങനെ തന്നെ ഇങ്ങനെ വെച്ചാൽ മതി. നേരെ നേരെ വെക്കണം. ഇതിനകത്തേ നല്ലപോലെ മാവ് ഇങ്ങനെ തേച്ച് വെച്ചിട്ട് ഇതിന്റെ ആ മാവിന്റെ അകത്ത് ഇത് വെക്കും. വെച്ചിട്ട് മാവ് കൊണ്ട് തന്നെ മടക്കി മൂടി വെച്ചാൽ മതി. ഭയങ്കര ഐഡിയ കേട്ടോ. വേണ്ട, അപ്പൊ ആ നാച്ചുറൽ പ്ലാവല എന്നുള്ള ആ ഒരു ഇതാണ്. കുഞ്ഞി ഒന്ന് കട്ട് ചെയ്തേ. ഞാൻ നിങ്ങൾ രണ്ടുപേരും രണ്ട് ടൈപ്പിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് കേട്ടോ. അച്ചമ്മച്ചി പ്ലാവലക്കകത്ത് പരത്തിയിട്ട് ചുരുട്ട് പോയി, നീ പ്ലാവല ചുരുട്ടിയിട്ട് അതിനകത്ത് പോയത്. അതിപ്പോ എന്നാണെങ്കിലും സംഭവം അത് കൊള്ളാം കേട്ടോ. പ്ലാവല ഭാഗത്തോട്ട് തന്നെ ചുരുട്ടി വെക്കാം അല്ലേ? ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാനും ചെയ്തായിരുന്നു. നീ നമ്മളെ കളിപ്പീരല്ലേ? അല്ല, ഞാനിപ്പോ ഒന്നും ചെയ്യുന്നുള്ളൂ. ഈർക്കിലി നേരത്തെ തന്നാ പറയണം. ഇത് നടുക്കുന്നില്ലേ? അത് മതി. ഓക്കെ, എന്നാ പറ്റും. ഈ ഈർക്കിലി കൊണ്ട് രണ്ട് ഉപയോഗമുണ്ട് കേട്ടോ. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഈർക്കിലിക്ക് ആവശ്യം വരും. ഇല്ല, ആവശ്യമൊന്നും വരത്തില്ല. ഇല്ലേ? അരിപ്പൊടിയല്ലേ? ടൂത്ത് പോലെ തന്നെ. അത് കൊള്ളാം. സെറ്റപ്പാ. ഓരോന്ന് സെറ്റാക്കുമല്ലേ? പിന്നെ എങ്ങനെ വേണേലും സെറ്റാക്കാൻ എനിക്കറിയാം. ആദ്യം ഇതിടുക അല്ലേ? ആദ്യം ഇത് അതിൻ്റെ അകത്തിട്ട് നിറച്ചു മാവ് നിറച്ചിട്ട് അതിന്റെ നടുക്ക് ശർക്കരയും തേങ്ങായും വെച്ചു. ഇനി അതൊന്നുകൂടെ നമ്മൾ മാവൂടെ എടുക്കും. ഇച്ചിരി മാവോട് വെച്ച് അടയ്ക്കാം. അടപ്പുണ്ടാക്കി. അപ്പൊ ഇതൊക്കെ ഇടുന്നോ? അത് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഇതുകൊണ്ട് തികയോ നോക്കാം. അപ്പൊ അങ്ങനെ സെറ്റാക്കിക്കോളൂ. നമ്മുടെ കുമ്പിളെല്ലാം അടുപ്പത്തായി. ഇനി നമുക്ക് ഇവനെ മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. കുമ്പിളല്ല, പ്ലാവല അട. പുതിയ പേരിടണമല്ലോ കുഞ്ഞി, കാരണം കണ്ടുപിടിക്കാം. ഇത് വേകുമ്പത്തേനും കുഞ്ഞി ഇതിനൊരു പേര് കണ്ടുപിടിക്കേ. ചാടിപ്പോലെ നിനക്കുണ്ടല്ലോ, തേങ്ങ ചിരണ്ട ഉണ്ടെങ്കിൽ ഇതിനെ ഏൽപ്പിച്ചാൽ മതി. കരിക്കുരാന്ന ചിരണ്ടിയിരുന്ന്. അതെ, പെട്ടെന്ന് ചിരണ്ടി തരും. ഒരു മുറി തേങ്ങ പിളക്കന്ന് കൊറേ തിന്നു. എന്തോ ചിരണ്ടി കളയുവാ, തിന്നുന്നില്ല. ചിരവില്ലേലും ഇവനെ ഏൽപ്പിച്ചാൽ മതി. നിനക്ക് വേണമെങ്കിൽ മറ്റേ ഇത് തരാം. നോക്കുന്നുണ്ടോ? കണ്ടോ നോക്കുന്നേ? എന്നാ നിനക്കുള്ള സാധനം വെച്ചിട്ടുണ്ടോ? അത് ആയി കഴിയുമ്പോ, വെന്ത് കഴിയുമ്പോ നല്ല ചൂട് തരാം കേട്ടോ. എങ്ങോട്ടാ? ഇവിടെ പോവാ. കിടക്കാൻ നേരമായില്ലേ? എവിടെ പോവാ? കുഞ്ഞേന്തിയെ കുഞ്ഞേന്തിയെ വാ 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 വാ. ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നു.
നാക്കൊക്കെ നീട്ടുന്നുണ്ട്. അപ്പോൾ ഈ കൂട്ടി കയറി കിടന്നു. പ്ലാവല ഇട വേണോ? പ്ലാവല വേണോ? എന്നാ എന്നാ എന്നാ. അതെ, ആ തേങ്ങയ്ക്ക് ഇച്ചിരി കട്ടി കൂടുതൽ, അതാ ആ പല്ല് മുളച്ച് വരുന്നുള്ളൂ. കടിക്കാൻ പാടാ. ഇന്നലെ കരിക്ക് കൊടുത്തപ്പോ ഇഷ്ടപ്പെട്ടു. പഴമാണ് ഇഷ്ടം പോലെ തിന്നോളൂ അല്ലേ? കരിക്കും. പഴം തിന്നും, കരിക്കും. എന്നാ ഇതെന്നാ അമ്മ അത് വേവാറായപ്പോഴത്തേക്കും ഇത് വൈകിട്ട് കഞ്ഞി കുടിക്കാം. നമുക്ക് ഇച്ചിരി മാങ്ങാ ചമ്മന്തിയും കൂടെ അരയ്ക്കാം. മാങ്ങയൊക്കെ തീരാറായല്ലോ ഏകദേശം. ഇത്ര ദിവസമായി മാങ്ങാ ചമ്മന്തി അരച്ചിട്ടല്ലേ. വൈകിട്ട് ചൂട് ചോറും മാങ്ങാ ചമ്മന്തിയും മുട്ട വിട്ടുള്ള ഒരു കളിയില്ല. അത് കേൾക്കാനാ ഞാൻ ചോദിച്ചത്. ആ കരോട്ട ഏലത്തിനകത്ത് മണ്ടയ്ക്ക് പോയ മാങ്ങ കിടപ്പുണ്ട്, കേറിപ്പോണം. മുട്ട അങ്ങനെ മരത്തി കായ്ക്കുമായിരുന്നെങ്കിൽ ഭയങ്കര മുട്ട പോലെയാ മാങ്ങ ഇഷ്ടം പോലെ കായ്ച്ചു കിടപ്പുണ്ട്. ായോ ചമ്മച്ചി? നമുക്കൊന്ന് എടുത്ത് നോക്കാം. കറക്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് പെറുക്കിയാലോ? പെറുക്കിയേക്കാം. മാവ് തിളച്ച വെള്ളത്തിൽ കുഴക്കുന്നതുകൊണ്ടേ പെട്ടെന്ന് വേഗം. പെട്ടെന്ന് വരും. പച്ചവെള്ളത്തിലല്ല പറയും, അതിനൊരു മയം കിട്ടുന്നതും ഈ ചൂടുവെള്ളത്തിൽ കുഴക്കുന്ന. കുഞ്ഞിക്ക് അത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? നല്ല രസമായിട്ട് തോന്നുന്നു. കോണൈസ് തോന്നുന്നുണ്ടോ? ഏയ് അങ്ങനെ ഉണ്ടോ? ഇല്ലേ. പിന്നെ ഇങ്ങനെ ഇരിക്കുന്ന ഐസാണ് തോന്നുന്നു. എല്ലാം പെറുക്കി സെറ്റാക്കിക്കോളൂ. കുഞ്ഞി തിന്നാൻ വേണ്ടിയില്ലേ? ഇത് കണ്ടോ മേച്ചമ്മച്ചി കണ്ണാടി വെക്കാത്തോണ്ട് ഒരുമാതിരി കണ്ണാടി വെച്ച് കാണുന്നവര് വെക്കാത്തപ്പോ. ചമ്മച്ചിക്ക് കണ്ണാടി വെക്കുന്നതാണോ നല്ലത് കണ്ണാടി വെക്കാത്തതാണോ? എനിക്ക് വെക്കാത്ത ഒരുമാതിരി ഓരോ അതങ്ങനെ കണ്ടി ശീലിച്ചോണ്ടാണ്. കഴിച്ചു നോക്കിയേ. ഇതുണ്ടാവും ഇനി ഐസ്ക്രീം പോലെ കപ്പ് ഐസ്ക്രീമോ? തിരിച്ചു പിടിച്ച കോൺ ഐസ്ക്രീം ചെറുതാല്ലേ? ഇങ്ങനെ പിടിച്ച ചെണ്ടക്കപ്പയുടെ കഴിച്ചു നോക്കിയാ എങ്ങനെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടോ? ഇലയുടെ പാട്. ഇതുണ്ടോ? സൂപ്പറാ. ശർക്കരയും തേങ്ങായി നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? കൊള്ളാം. നല്ല പുറത്ത് പിടിക്കാൻ നല്ല ടേസ്റ്റ് അല്ല നല്ല രസം. കട്ടിയുണ്ട്. ഐസ്ക്രീം പോലെ നല്ല മയമില്ലേ? ഐസ്ക്രീം പോലെ തന്നെ. കണ്ടാൽ ഐസ്ക്രീം. ഉണ്ടയായിട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്താ ഇഷ്ടപ്പെടുവല്ല. ഇതെങ്ങനെയുണ്ടോ കുഞ്ഞി? കൊള്ളാം. ഓരോ ഇലക്കകത്താണെങ്കിൽ മഞ്ഞളിന്റെ ഇലക്കകത്തൊക്കെ ഉണ്ടാക്കും. ആണോ? മഞ്ഞളിന്റെ ഇലയാണ്. മഞ്ഞളിന്റെ ഇലയ്ക്ക് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ഓരോ വെറൈറ്റി പരീക്ഷണങ്ങൾ. മട്ടയിലേക്ക് അത് നടയിട്ട് നിൽക്കുന്നു. മട്ടലയുടെ ഞാൻ നല്ല ചവയാണ്. ആണോ? ഒരു വട്ടയല്ല, യഥാർത്ഥ വട്ടയുണ്ട്. ആ നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? കൊള്ളാം. ഇത് പടപടാൻ തീരും കേട്ടോ. വാ കഴിച്ചു നോക്ക്. ഈ ചക്കപ്പഴം ഉണ്ടെങ്കിൽ അരിഞ്ഞ് തേങ്ങ ശർക്കരയുടെ കൊടുത്ത് ചക്കപ്പഴം ഒക്കെ വെച്ചാലും നല്ലതാണ്. പക്ഷെ അതിന് നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല അടിപൊളി. നല്ല ടേസ്റ്റാണ്. അപ്പോഴേ ഇന്നത്തെ സാധനം കൊള്ളായിരുന്നല്ലേ കഴിക്കാൻ ഉണ്ടാക്കിയേ? അടിപൊളി സാധനം. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.